വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. രാജ്യത്ത് രണ്ടാം ഘട്ട കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. വാക്സിൻ സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യ ഡോസ് വാക്സിൻ നൽകിയത് ഡൽഹി എയിംസിൽ. അർഹരായ എല്ലാ പൗരന്മാരും വാക്സിൻ എടുക്കണമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ രജിസ്ട്രേഷൻ കോവിൻ വെബ്സൈറ്റിലൂടെ മാത്രം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉടൻ കോവിഡ് വാക്സിൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂട്ടിയത് 25 രൂപ. വാണിജ്യ സിലിണ്ടറുകളുടെ വില 97 രൂപ കൂട്ടി. ഒരു മാസത്തിനിടെ വില വർദ്ധിക്കുന്നത് ഇത് 4ാം തവണ. 3 മാസത്തിനിടെ ഗാർഹിക സിലിണ്ടറിന് കൂട്ടിയത് 226 രൂപ. ഇന്ധനവില വർധനവിനെതിരെ നാളെ മോട്ടോർ വാഹന പണിമുടക്ക്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പണിമുടക്കിൽ BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കും. SSLC, ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകളും MG കേരള സർവകലാശാല പരീക്ഷകളും മാറ്റി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ വലിയ വീഴ്ചകളുണ്ടായെന്ന് CBI സുപ്രീം കോടതിയിൽ. നടന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ പങ്കാളികളായ അധോലോക ഇടപാടെന്ന് വിശദീകരണം. CBI മറുപടി നൽകിയത് അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മനസ്സ് നോവിച്ച് KPCC പ്രസിഡന്റാകാനില്ലെന്ന് K സുധാകരൻ. കണ്ണൂരിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറായാൽ വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ പ്രവർത്തകർ BJPയിലേക്ക് പോയേക്കാമെന്നും K സുധാകരൻ 24നോട്. ചെത്തുകാരൻ പരാമർശം പിണറായി വിജയന്റെ ധൂർത്തിന് ഉദ്ദേശിച്ചാണെന്നും K സുധാകരൻ. ആഴക്കടൽ മത്സ്യബന്ധന ഫയൽ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് രമേശ് ചെന്നിത്തല. മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ 2 തവണ EMCC ഫയൽ കണ്ടതിന് രേഖയുണ്ട്. സർക്കാരുമായുള്ള EMCCയുടെ ധാരണാ വിവരം അറിയിച്ചത് ആലപ്പുഴയിലുള്ള മത്സ്യത്തൊഴിലാളി. അഴിമതികൾ പ്രതിപക്ഷം പുറത്തുവിടുന്നതിൽ മുഖ്യമന്ത്രി കരിശമെന്നും രമേശ് ചെന്നിത്തല. UDF സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക്. ജോസഫ് വിഭാഗമായി ധാരണയിലെത്തിയില്ല. 12 സീറ്റിൽ ഉറച്ച് PJ ജോസഫ്. ഉമ്മൻചാണ്ടി ഒഴികെ 5 തവണ മത്സരിച്ചവരെ മാറ്റണമെന്ന് TN പ്രതാപൻ. 5 സീറ്റ് ആവശ്യപ്പെട്ട INTUC. ഇരുപുറത്ത് മുൻ മന്ത്രി ബാബു ദിവാകരൻ RSP സ്ഥാനാർത്ഥിയാകും. ഇടതുമുന്നണിയുടെ രണ്ടാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നു. ഉടുമ്പൻചോലയിൽ MM മണിയെ തന്നെ മത്സരിപ്പിക്കാൻ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം. ഇടുക്കിയും തൊടുപുഴയും കേരള കോൺഗ്രസ് എമ്മിന് നൽകും. ദേവികുളത്ത് S രാജേന്ദ്രന്റെ കാര്യം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിച്ച് സുപ്രീം കോടതി. നടപടി വിചാരണ കോടതി ജഡ്ജിയുടെ കത്ത് പരിഗണിച്ച്. കേസിൽ ഇനി സമയം നീട്ടി നൽകില്ലെന്നും കോടതി. ആലപ്പുഴയിലും കോട്ടയത്തും ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. രാവിലെ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ പരമാവധി വെള്ളം കുടിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്ക് പിന്തുണയുമായി രാജ്യത്തെ തൊഴിലാളികളും സമരത്തിലേക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ. ഭാരത് ബന്ദ് അടക്കമുള്ള സമര പരിപാടികൾ ചർച്ചയാകും. ഭാരതീയ കിസാൻ മോർച്ച നേതാവ് രാകേഷ് ടിക്കായത്തിന്റെ ഭാരത പര്യടനത്തിന് ഇന്ന് തുടക്കം. കേരള ബാറ്റി. ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ നീക്കവുമായി BJP. കേരളത്തിൽ സംഘടനാ ചുമതലയുള്ള കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ KCBC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈസ്തവ ഭാഗത്തിൽ നിന്ന് BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ BJP നേതാവ് K സുരേന്ദ്രനും കർദിനാളിനെ കണ്ടു. വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കളുടെ രാജി തുടരുന്നു. മുൻ KPCC മെമ്പറും മുതിർന്ന നേതാവുമായ KK വിശ്വനാഥനും രാജിവെച്ചു. കോൺഗ്രസ് പ്രസ്ഥാനം ഉറ്റുകൊടുക്കുന്നവരുടെ കയ്യിലെന്ന് വിശ്വനാഥൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA മണ്ഡലം മാറുന്നതെന്ന് K മുരളീധരൻ MP. വടകര RMPക്ക് നൽകണമെന്നാവശ്യപ്പെട്ട നേതാക്കൾക്ക് K മുരളീധരന്റെ കത്ത്. മത്സരരംഗത്തുണ്ടാകില്ലെന്നും K മുരളീധരൻ 24നോട്. മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്ക ഹൈന്ദവ വിഭാഗങ്ങൾക്ക് അവഗണനയെന്ന ആക്ഷേപം. മതവും സമ്പത്തുമാണ് സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെന്നും വെള്ളാപ്പള്ളി. ചടയമംഗലം മണ്ഡലത്തെ ചൊല്ലി UDFൽ ഭിന്നത. മണ്ഡലം മുസ്ലിം ലീഗിന് വെച്ചുമാറുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസും KSUം. മുസ്ലിം ലീഗ് മത്സരിച്ചാൽ മണ്ഡലത്തിൽ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ്.
കോന്നിയിൽ അടൂർ പ്രകാശ് എംപിക്കെതിരെയും റോബിൻ പീറ്ററിനെതിരെയും പോസ്റ്ററുകൾ. കോൺഗ്രസ് സംരക്ഷണ വേദിയുടെ പേരിൽ പോസ്റ്റർ പതിച്ചത് റോബിൻ പീറ്ററുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ. ആറ്റിങ്ങൽ എംപിയുടെ ബിനാമിയാണ് റോബിൻ പീറ്റർ എന്ന് പോസ്റ്ററിൽ പരാമർശം. എറണാകുളത്ത് സീറ്റ് വെച്ചുമാറ്റത്തിന് CPIM നിർദ്ദേശം. പറവൂർ ഏറ്റെടുത്ത് പിറവം CPIക്ക് നൽകാമെന്ന് CPIM. VD സതീഷിനെതിരെ P രാജീവിനെ കളത്തിലിറക്കാൻ ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് അധികം നൽകണമെന്ന് മുസ്ലിം ലീഗ്. കൂത്തുപറമ്പ്, ബേപ്പൂർ, ചേലക്കര മണ്ഡലങ്ങൾ ലീഗിന് വിട്ടു നൽകാൻ പ്രാഥമിക ധാരണ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പുകൾ ഒഴിവാക്കാൻ ചർച്ച നടത്തും. രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. തമിഴ്നാട് സന്ദർശനം കഴിഞ്ഞ് ഡൽഹിക്ക് മടങ്ങുന്ന രാഹുൽ ഗാന്ധി 2 മണിക്കൂറോളം തിരുവനന്തപുരത്ത് തങ്ങുമെന്ന് സൂചന. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പ്രധാന ചർച്ചയാകും. കേരളത്തിൽ തിരിച്ചടിയുണ്ടാകുമെന്ന അഭിപ്രായ സർവേകളിലെ പ്രവചനത്തിൽ ആശങ്കയറിയിച്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ നേതൃത്വത്തിന് നിർദ്ദേശം. മുതിർന്ന നേതാക്കളോട് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടും. നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് 15,510 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിന് റിപ്പോർട്ട് ചെയ്തത് 106 മരണം. 11,288 പേർക്ക് രോഗമുക്തി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കലിഘട്ടിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മഹാരാഷ്ട്രയിൽ 8,293 പേർക്ക് കൂടി കോവിഡ്. 62 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 52,154. 24 മണിക്കൂറിനിടെ 3,753 പേർക്ക് രോഗമുക്തി. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ തുടരുമെന്ന് പ്രധാനമന്ത്രി. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കർഷകർ തയ്യാറാകണം. കർഷകരുടെ നന്മ സർക്കാരിന്റെ മുൻഗണനാ വിഷയമെന്നും പ്രധാനമന്ത്രി. വ്യവസായി മുകേഷ് അംബാനിയുടെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധമില്ലെന്ന് ജയ്ഷുൽ ഹിന്ദ് തീവ്രവാദി സംഘടന. മുംബൈ പോലീസിന്റെ അവകാശവാദം തെറ്റെന്നും ജയ്ഷുൽ ഹിന്ദ്. അംബാനിക്ക് തങ്ങളിൽ നിന്ന് യാതൊരു ഭീഷണിയുമില്ല. സംഘടനയുടെ പേരിൽ നേരത്തെ പുറത്തുവന്ന സന്ദേശം വ്യാജമാണെന്ന് ജയ്ഷുൽ ഹിന്ദിന്റെ ടെലഗ്രാം പോസ്റ്റ്. പരുത്തി ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സഹായം തേടി പാകിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് പരുത്തി കരമാർഗം പാകിസ്ഥാനിലേക്ക് എത്തിക്കാനാണ് പദ്ധതി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തിപ്പെടുമെന്ന് വിലയിരുത്തൽ. അസം പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തയ്യാറെന്ന് JDU. പ്രഖ്യാപനം. അരുണാചൽ പ്രദേശിലെ 6 MLA-മാർ BJP-യിലേക്ക് മാറിയതോടെ അസമിൽ 32 സീറ്റുകളും പശ്ചിമബംഗാളിൽ 22 സീറ്റുകളിലും JDU സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ജമ്മു കശ്മീരിൽ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് ജെയ്ഷെ തീവ്രവാദ സംഘത്തിൽപ്പെട്ട മുസാമിൽ ഖാദർ ഭട്ട്. ഇയാളിൽ നിന്ന് ഗ്രനേഡ് കണ്ടെടുത്തു. വനിത SP-ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ തമിഴ്നാട് മുൻ DGP-ക്കെതിരെ മദ്രാസ് ഹൈക്കോടതി കേസെടുത്തു. തമിഴ്നാട് മുൻ DGP രാജേഷ് ദാസിനെതിരെയാണ് ഹൈക്കോടതി കേസെടുത്തത്. പരാതി നൽകാൻ പോയ വനിതാ SP തടയാൻ ശ്രമിച്ച ചെങ്കൽപ്പേട്ട് SP D കണ്ണനെതിരെയും കേസെടുക്കാൻ ഉത്തരവ്. തീരദേശങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച പദ്ധതികൾ തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. ഹരിത മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന പദ്ധതികൾ അനുവദിക്കില്ല. ഇത്തരം നിയമലംഘനങ്ങളെല്ലാം പ്രത്യേകം വിലയിരുത്തുമെന്നും കേന്ദ്ര സർക്കാർ. റെഡിക്കുണ്ട് വിമാനത്താവളത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ആന്ധ്രാപ്രദേശ് പ്രതിപക്ഷ നേതാവ് ചന്ദ്രബാബു നായിഡു. തിരുപ്പതി നഗരത്തിലേക്ക് പ്രവേശനം വിലക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കുത്തിയിരിപ്പ് സമരം. അടുത്ത 10 വർഷത്തിനുള്ളിൽ തമിഴ്നാട് വികസനത്തിൽ മുന്നിലെത്താനുള്ള പദ്ധതികൾ DMK ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ. അധികാരം ലഭിക്കുമോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി DMK പ്രവർത്തിക്കുകയാണെന്നും MK സ്റ്റാലിൻ. പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിന് ഭരണം നഷ്ടപ്പെടുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ അഴിമതി ഭരണത്തിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. BJP നിശ്ചയമായും സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി അംഗങ്ങളുമായി അവലോകന ചർച്ച നടത്തും. ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ശുഭസൂചനയാണെന്നും ഒവൈസി. ചോദ്യക്കടലാസ് ചോർന്നതിനെ തുടർന്ന് സൈനിക പ്രവേശനത്തിനുള്ള പരീക്ഷ റദ്ദാക്കി. കരസേനയുടെ ജനറൽ ഡ്യൂട്ടിക്കുള്ള കോമൺ എൻട്രൻസ് പരീക്ഷയാണ് റദ്ദാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരടക്കം 3 പേർ അറസ്റ്റിൽ. മുൻ മിസ് ഇന്ത്യ മൻസി ഷേഖൽ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. പാർട്ടി നേതാവ് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ അംഗത്വം സ്വീകരിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനം പ്രചോദനമായെന്ന് മൻസി ഷേഖൽ.
വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മെഹുൽ ചോക്സി ഇപ്പോഴും ആന്റിഗ്വ പൗരനെന്ന അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കേസുമായി ബന്ധപ്പെട്ട് മെഹുൽ ചോക്സിയുടെ പൗരത്വം ആന്റിഗ്വ റദ്ദു ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും ചോക്സി ഇപ്പോഴും ആന്റിഗ്വ പൗരൻ തന്നെയാണെന്നും അഭിഭാഷകൻ. ഡൽഹിയിൽ ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രജിസ്റ്റർ ചെയ്തത് 465 ഇലക്ട്രിക് കാറുകൾ. കൂടുതൽ വാഹനങ്ങൾ വരും ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് അധികൃതർ. ഡൽഹി രോഹിണിയിൽ ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊന്നു. ഭർത്താവ് ചേതൻ പ്രകാശ് സോളങ്കി അറസ്റ്റിൽ. തമിഴ്നാട് കടലൂരിൽ മദ്യവിൽപ്പനശാല അടിച്ചു തകർത്ത സ്ത്രീകൾ. ആക്രമിച്ചത് ജനകീയ പ്രതിഷേധം ലംഘിച്ച് മദ്യവിൽപ്പനശാല തുറന്നതിനു പിന്നാലെ സ്ത്രീകൾ നേരിട്ട് രംഗത്തെത്തിയത് മദ്യപിച്ചെത്തുന്ന പുരുഷന്മാരുടെ ശല്യം വർദ്ധിച്ചതോടെ. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ 16 വയസ്സുകാരി മരിച്ച നിലയിൽ. പെൺകുട്ടിയെ ശനിയാഴ്ച മുതൽ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. നോക്കാം ഇനി അന്താരാഷ്ട്ര വാർത്തകൾ. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ചാഡ്വിക് ബോസ്മാന്. മികച്ച നടിയായി ആൻഡ്രാഡെ തെരഞ്ഞെടുക്കപ്പെട്ടു. നൊബാഡ്ലാൻഡ് മികച്ച ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം കൊറിയൻ ചിത്രം മിനാരിക്ക്. മികച്ച അനിമേറ്റഡ് ചിത്രം സോ. 2024 അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി തിരികെ എത്തുമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്ന് ട്രംപ് ആവർത്തിച്ചു. ഒർലാൻഡോയിൽ നടന്ന രാഷ്ട്രീയ പരിപാടിയിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഡമാസ്കസിൽ ഇസ്രയേൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് സിറിയൻ സൈന്യം. ആക്രമണമുണ്ടായത് ഗോലാൻ കുന്നുകൾക്ക് സമീപം. ഒരു മാസത്തിനിടെ ഇസ്രയേൽ സിറിയയിൽ 2 തവണ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ മോസ്കോയ്ക്ക് വെളിയിലെ ജയിലിലേക്ക് മാറ്റി. വ്ളാഡിമിർ മേഖലയിൽ ജയിലിലേക്കാണ് നവൽനിയെ മാറ്റിയതെന്നാണ് സൂചന. ജയിലിന്റെ പേര് പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. ജയിൽ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് നവൽനി അനുകൂലികൾ. പുതിയ ദേശീയ സുരക്ഷാ നിയമത്തിനെതിരെ ഹോങ്കോങ്ങിലെ കോടതിക്ക് മുന്നിൽ പ്രതിഷേധം. നിയമത്തിനെതിരെ സമരം ചെയ്ത ജനാധിപത്യ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തടവിലാക്കിയവരെ വിട്ടയക്കണമെന്ന് അമേരിക്ക. ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് വാക്സിന് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ദക്ഷിണാഫ്രിക്ക. കരാർ ഒപ്പുവെച്ചത് 11 ദശലക്ഷം ഡോസ് വാക്സിന്. തീരുമാനം ക്ലിനിക്കൽ പരിശോധന പൂർത്തിയായതിനു പിന്നാലെ. ലിബിയയിൽ ബോട്ട് മറിഞ്ഞ് 15 മരണം. അപകടത്തിൽപ്പെട്ടത് സാവിയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട്. ബോട്ടിലുണ്ടായിരുന്നത് 110 പേർ. 95 പേരെ രക്ഷപ്പെടുത്തിയെന്ന് ലിബിയൻ കോസ്റ്റ് ഗാർഡ്. നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സ്വാഗതം ചെയ്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. കരാർ പാകിസ്ഥാൻ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ത്യയുമായുള്ള മറ്റ് പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്നും ഇമ്രാൻഖാന്റെ ട്വീറ്റ്. തീരുമാന മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഗുണകരമെന്ന് UAE. ബ്രിട്ടീഷ് മരുന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനേക ഓഹരികൾ അമേരിക്കൻ കമ്പനിയായ മൊഡേണയ്ക്ക് വിറ്റതായി റിപ്പോർട്ട്. 7.7% ഓഹരിയാണ് വിറ്റത്. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിനായി ഇരു കമ്പനികളും തമ്മിൽ സഹകരിക്കുമെന്നും സൂചന. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ടോക്കിയോ ഒളിമ്പിക്സ് ഗുണം ചെയ്യുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ-ഇൻ. അമേരിക്ക, ഉത്തര കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായകമാകുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. അഴിമതി കേസിൽ മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിയുടെ വിചാരണ ഇന്ന് തുടങ്ങും. സർക്കോസിക്ക് തടവ് ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പ്രസിഡന്റ് പദവിയിലിരുന്ന 2007-2012 കാലഘട്ടത്തിൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്നാണ് കേസ്. ന്യൂസിലൻഡ് നഗരമായ ഓക്ലൻഡിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നീട്ടി സർക്കാർ. തീരുമാനം പ്രതിദിന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 7 ദിവസത്തേക്കാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. സൈന്യം തടവിലാക്കിയ മ്യാൻമർ നേതാവ് ആങ് സാൻ സൂചി കോടതിയിൽ ഹാജരായി. സൂചിക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ സൈന്യം ചുമത്തിയതായി അഭിഭാഷകൻ. സൈനിക അട്ടിമറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സൂചി കോടതിയിൽ ഹാജരായത്. പീഡന പരാതിയിൽ മാപ്പ് പറഞ്ഞ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോ. കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്തെത്തിയത് മുൻ ഉപദേഷ്ടാവ് ഷാർലറ്റ് ബെനറ്റ്. ക്യൂമോയ്ക്കെതിരെ ഡെമോക്രാറ്റുകളടക്കം രംഗത്തെത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ ചൈനീസ് നിക്ഷേപം ഇടിഞ്ഞെന്ന റിപ്പോർട്ട്. 2020 മുതൽ രേഖപ്പെടുത്തിയത് 61% ഇടിവ്. 6 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ഇടിവാണിതെന്ന് റിപ്പോർട്ട്. മനാമ ദക്ഷിണ ഗവർണറേറ്റിന് ISO 9001-2015 അംഗീകാരം. സർട്ടിഫിക്കറ്റ് ലഭിച്ചത് അഡ്മിനിസ്ട്രേഷൻ മികവിന്. ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിലെ മികവിന് നേരത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ഖത്തർ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഈസി സ്ട്രീറ്റ് പദ്ധതി തുടങ്ങി. സ്പെഷ്യലിസ്റ്റ് റീഹാബിലിറ്റേഷൻ പദ്ധതിയാണിത്. ഉദ്ഘാടനം നിർവഹിച്ച ആരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽ കുവാരി. കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് നിർബന്ധമെങ്കിൽ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ജമൈക്കൻ സ്പ്രിന്റർ യോഹാൻ ബ്ലേക്ക്. വാക്സിൻ പ്രതിരോധ കുത്തിവയ്പ് ആവശ്യമില്ലെന്നും താരം. മുൻ ഒളിമ്പിക്സ് 100 മീറ്റർ ചാമ്പ്യനായ യോഹാൻ ബ്ലേക്ക്. സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ജയം. ഷെഫീൽഡ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി പോരാട്ടം സമനിലയിൽ.
ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡുമായി ഏറ്റുമുട്ടും. ജയിച്ചാൽ റയലിന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്താം. പരിക്കിൽ നിന്ന് മോചിതനായ റയൽ മാഡ്രിഡ് പ്രതിരോധ നിര താരം മാർസലോ ഇന്ന് കളിച്ചേക്കും. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം. ബോർഡുകൾ ഏകപക്ഷീയമായി മാറ്റുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നീക്കി. തിരുവനന്തപുരം കല്ലത്തടത്തണ്ണിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. പരവൂർ സ്വദേശി വിജയകുമാറാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രദേശത്തെ കാർഷിക വിളകൾ പന്നിക്കൂട്ടമിറങ്ങി നശിപ്പിക്കുന്നതായി നാട്ടുകാർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അപകടത്തെ തുടർന്ന് ക്ഷേത്രക്കുളം നശിക്കുന്നു. കാടുമുടി നശിക്കുന്നത് 5 തെങ്ങിൻമൂട് യോഗീശ്വര ക്ഷേത്രക്കുളം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്ന് ആവശ്യം. കൊല്ലം കോട്ടത്തറ പാലത്തിന് സമീപം ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ട 7 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 4 പേർ അതിഥി തൊഴിലാളികൾ. കൊല്ലം ഏഴിക്കോൺ റെയിൽവേ സ്റ്റേഷൻ ഹാൾട്ട് സ്റ്റേഷനാക്കാനുള്ള റെയിൽവേ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആക്ഷൻ കൗൺസിൽ. കൊല്ലം മേലില ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീ ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് ഇന്ന്. തെക്കൻ തിരുവിതാംകൂറിലെ പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ആചാരമാണ് തിരുമുടി എഴുന്നള്ളത്ത്. ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. ആലപ്പുഴ കായംകുളം താപനിലയത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദനം ഏപ്രിൽ 3ാം വാരം മുതൽ. നാഫ്റ്റ് ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇതോടെ അവസാനിക്കും. 92 മെഗാവാട്ട് സോളാർ വൈദ്യുതിക്കുള്ള ജോലികൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ മാവേലിക്കര കോടതിയിൽ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പ്. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, അഭിഭാഷക ക്ലർക്കുമാർ തുടങ്ങിയവർ പരിശോധന നടത്തി. ക്യാമ്പിന് നേതൃത്വം നൽകി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.ജി. സുരേഷ് കുമാർ. പത്തനംതിട്ട അയിരൂർ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് വിക്രമൻ നാരായൺ. ആരോഗ്യ സംരക്ഷണം, കൃഷി പുനരുജ്ജീവനം, ജൈവ വൈവിധ്യ പാർക്ക്, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്നിവയ്ക്ക് ബജറ്റിൽ മുൻഗണന. പത്തനംതിട്ട ചാത്തങ്കരി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. പ്രധാന നടയിലെ കാണിക്കവഞ്ചി കുത്തിത്തുറക്കാൻ ശ്രമിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. വേനൽ കടുത്തതോടെ പത്തനംതിട്ട റാന്നി മേഖലയിലെ ജലപദ്ധതികൾ പ്രതിസന്ധിയിൽ. പമ്പാ നദിയിൽ ജലനിരപ്പ് താഴുമ്പോൾ പമ്പ് ചെയ്യാൻ വെള്ളമില്ലാത്തത് പ്രതിസന്ധിയാകുന്നു. റാന്നി അങ്ങാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പമ്പ് ഹൌസ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. SYS പത്തനംതിട്ട ജില്ലാ കൌൺസിലും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി മുഹമ്മദ് ഷിയാഖ് ജൌഹരി, സലാഹുദ്ദീൻ മദനി MB, മുഹമ്മദ് അഷ്കർ എന്നിവരെ തെരഞ്ഞെടുത്തു. പത്തനംതിട്ട നെല്ലിക്കപ്പാറയിൽ മിനി ഹൈമാസ്റ്റ് സ്ഥാപിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി. ലൈറ്റ് സ്ഥാപിച്ചത് കോന്നി ബ്ലോക്ക് പഞ്ചായത്തും എരുവാപ്പുലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി. നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് കർഷക ഉപരോധ സമരം. ജില്ലാ പാടി ഓഫീസ് ഉപരോധിച്ച് സംയുക്ത കർഷക സമിതി. നാളെ പാടി മാനേജറുടെ നേതൃത്വത്തിൽ കർഷകരുമായി ചർച്ച. ഇടുക്കിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. അപകടം കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപം. ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് ലോബി സജീവം. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ജില്ലയിൽ വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. ആലുവ മണപ്പുറത്തെ ബലിതർപ്പണത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ പ്രവേശനം ഓൺലൈനായി. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം. തൃക്കാക്കര മുനിസിപ്പാലിറ്റി 28-32 വാർഡുകളിൽ ജലവിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥ മൂലം 15 ദിവസമായി വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥനെ തടഞ്ഞും ബില്ലടയ്ക്കാൻ വന്ന ആളുകളെ തിരിച്ചയച്ചുമായിരുന്നു പ്രതിഷേധം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ കൈവരി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാർ. ഏറെ നാളായി തകർന്നു കിടക്കുന്ന ഭാഗത്ത് കൈവരി നിർമ്മിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന് യാത്രക്കാർ. കോഴിക്കോട് തണ്ണീർപ്പന്തൽ അരൂർ റോഡിൽ ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള ചക്കിട്ടാങ്കണ്ടി പാലം അപകടാവസ്ഥയിൽ. 35 വർഷം പഴക്കമുള്ള പാലത്തിന്റെ കോൺക്രീറ്റ് തകർന്ന നിലയിൽ. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് ദേശീയപാതയിൽ രാമനാട്ടുകര 8-4 മുതൽ 9 മൈൽ വരെ റോഡിൽ സ്ഥാപിച്ച ഉയരം കുറഞ്ഞ ഡിവൈഡർ വാഹനങ്ങൾക്ക് ഭീഷണിയാവുന്നു. റോഡിൽ നിന്ന് അരയടി ഉയരം മാത്രം ഉള്ള ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് പോലീസ് BSF സേനാംഗങ്ങളുടെ സംയുക്ത റൂട്ട് മാർച്ച് നടന്നു. റൂട്ട് മാർച്ച് സംഘടിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. മാവൂർ പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ച മാർച്ച് മാവൂർ അങ്ങാടി ചുറ്റി സ്റ്റേഷൻ സമാപിച്ചു. കോഴിക്കോട് പെരുമ്പ പാറക്കുളത്തിലെ വെള്ളം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് വേനലിൽ കുടിവെള്ളം ലഭ്യമാകുമെന്ന് നാട്ടുകാർ. വയനാട് ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായി MCC സ്ക്വാഡ്. ADM ജനിൽകുമാർ നോഡൽ ഓഫീസർ. നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലും ടീമുകൾ രൂപീകരിച്ചു.
നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരുന്ന മാനന്തവാടി കോഴിക്കോട് റോഡ് ജംഗ്ഷൻ താൽക്കാലികമായി തുറന്നു. ടാറിംഗ് പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നത്. റോഡ് വഴി യാത്രക്കാർക്ക് സഞ്ചരിക്കാമെന്ന് പൊതുമരാമത്ത് അധികൃതർ. കണ്ണൂർ സർവകലാശാല നാളെ നടത്താൻ നിശ്ചയിച്ച വിദൂര വിദ്യാഭ്യാസ വിഭാഗം പരീക്ഷ മാറ്റി. തീരുമാനം മോട്ടോർ വാഹന പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ. മാറ്റിവെച്ച പരീക്ഷ മാർച്ച് 12-ന് നടത്തും. കണ്ണൂർ ന്യൂമാഹിയിൽ പുഴയോരം മണ്ണിട്ട് നികത്തിയതായി പരാതി. 1/2 ഏക്കറോളം പുഴയോരമാണ് മണ്ണിട്ട് നികത്തിയതെന്ന് നാട്ടുകാർ. മയ്യഴിപ്പുഴ സംരക്ഷിക്കാൻ ജനകീയ ഇടപെടൽ നടക്കുന്നതിനിടയിലാണ് പുഴയോരത്തെ കയ്യേറ്റം. കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ സമഗ്ര കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം 24-ന്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ സുരേന്ദ്രൻ നീലേശ്വരത്തിന്റെ പേരിലുള്ള അവാർഡ് ഏറ്റുവാങ്ങി കാസർഗോഡ് 24 റിപ്പോർട്ടർ ആനന്ദ് കുട്ടില. ജോഷി സംവിധാനം ചെയ്യുന്ന പാപ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാർച്ച് 5-ന് തുടങ്ങി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കത്തീഡ്രൽ പള്ളിയിലാണ് ഷൂട്ടിംഗ്. ഡേവിഡ് കാച്ചപ്പള്ളിയാണ് നിർമ്മാണം. നോക്കാം ഫാക്ട് ചെക്ക്. ലത്തീൻ കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസവാക്യത്തിന്റെ പേരിൽ വ്യാജവാർത്ത. രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS എന്നും സംഘടനയിൽ നിന്നും BJPയിൽ നിന്നും അകലം പാലിച്ച് തെറ്റിദ്ധാരണ മൂലമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞുവെന്നാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു പ്രചാരണം ആർച്ച് ബിഷപ്പ് നടത്തിയിട്ടില്ല. കോവിഡ് കേസുകളുടെ വർധനവിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് തെലങ്കാന സർക്കാരുകൾ സ്കൂളുകളും കോളേജുകളും മെയ് ആദ്യ ആഴ്ച വരെ അടച്ചിടുമെന്ന പ്രചാരണം വ്യാജം. വ്യാജ സർക്കാർ ഉപയോഗിച്ചാണ് തെറ്റായ പ്രചാരണം നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഇരു സർക്കാരുകളും നടത്തിയിട്ടില്ല. കിട്ടിയ വാർത്തകൾ. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. ചെന്നൈയിലെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മൻപ്രീത് വോഹ്റ നിയമിതനായി. 1988 ബാച്ച് IFS ഓഫീസറാണ്. ദക്ഷിണാഫ്രിക്കയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. നടപടി കോവിഡ് വ്യാപനം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയവും മതപരവുമായ ഒത്തുചേരലുകൾ അനുവദിക്കുന്നതായി പ്രസിഡന്റ് സിറിൽ റാമഫോസ. കടിക്കാംകുന്നം കൊലപാതകത്തിൽ കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി സർക്കാർ സുപ്രീം കോടതിയിൽ. പാലക്കാട് 2 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിലാണ് അപ്പീൽ. 5 BJP പ്രവർത്തകരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി പോലീസിൽ 80% ഉദ്യോഗസ്ഥരും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. ആകെ വാക്സിൻ സ്വീകരിച്ചത് 66,246 പേർ. അടുത്ത 100 ന്യൂസ് 5:00. ഇനി ന്യൂസ് ഈവനിംഗുമായി TK റീജിത്ത് എത്തും. Number 1 Election Channel 24.